വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാള സിനിമ ബോക്സ് ഓഫീസിൽ ഇപ്പോൾ വൻ തേരോട്ടം നടത്തുന്ന സമയമാണ്. ഒരേ സമയം 3 സിനിമകളാണ് ബോക്സ് ഓഫീസ് തകർത്തോടുന്നത്. മമ്മൂട്ടിയുടെ ടർബോ, പൃഥ്വിരാജിന്റെ ഗുരുവായൂർ അമ്പലനടയിൽ, ആസിഫ് അലിയുടെ തലവൻ എന്നീ ചിത്രങ്ങളാണ് ഒരേ സമയം ഹൗസ്ഫുൾ ഷോകളായി കുതിക്കുന്നത്. ഗുരുവായൂർ അമ്പലനടയിൽ ഇതിനോടകം ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിക്കഴിഞ്ഞു. അതുപോലെ ടർബോ വീക്കെൻഡിൽ തന്നെ 50 കോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്നു. തലവൻ അതുപോലെ മികച്ച അഭിപ്രായം നേടി ഹിറ്റിലേക്ക് കുതിക്കുകയാണ്. മമ്മൂട്ടിയുടെ കംപ്ലീറ്റ് ആക്ഷൻ പടമാണ് ടർബോയെ വിലയിരുത്തുന്നത്. രാജ്ബി ഷെട്ടി അടക്കമുള്ളവർ എത്തുന്ന ചിത്രത്തെ ഇരു കൈയും നീട്ടിയാണ് പ്രേക്ഷകർ ഏറ്റുവാങ്ങുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഷൂട്ടിനിടെ മമ്മൂട്ടിക്ക് പറ്റിയ ഒരു അപകടത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് ചിത്രത്തിന്റെ സംവിധായകൻ വൈശാഖ്. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് വൈശാഖ് ആക്ഷൻ ഷൂട്ട് ചെയ്യുന്നതിനിടെ മമ്മൂക്കയ്ക്കുണ്ടായ അപകടത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നത്. ഒരു അബദ്ധത്തിൽ മമ്മൂക്ക കറങ്ങിപ്പോയി മേശയിൽ ഇടിച്ചുവെന്ന് അദ്ദേഹം പറയുന്നു. മമ്മൂക്ക ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഒരു ആക്ഷൻ സിനിമ ചെയ്യാം എന്ന തീരുമാനത്തിൽ തന്നെയാണ് പുള്ളി വന്നത്. അതുകൊണ്ട് തന്നെ മാനസികമായി അദ്ദേഹം തയ്യാറെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് ഒരു ബുദ്ധിമുട്ട് വരാതെ തന്നെ ഷൂട്ടിംഗ് മുന്നോട്ട് പോയെന്ന് വൈശാഖ് പറയുന്നു. വലിയ ആക്ഷൻസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അതിന്റെ ഒരു റിസ്ക് ഉണ്ട്. എപ്പോഴും ആ റിസ്ക് ഒഴിവാക്കുന്ന മെത്തേഡുകളാണ് ഷൂട്ട് ചെയ്യാറ്. ചില സമയത്ത് അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ സംഭവിക്കാം. ടർബോയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ 20 ദിവസത്തോളം എടുത്തിട്ടുണ്ടെന്നും വൈശാഖ് പറഞ്ഞു. മമ്മൂട്ടി ഒരാളെ കാലിൽ പിടിച്ചു വലിക്കുന്ന ഒരു സീനുണ്ട്. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് പോയി അടുത്തയാളെ കിക്ക് ചെയ്യുന്നതാണ് സീൻ. കിക്ക് കിട്ടുന്ന ആൾ പുറകോട്ട് പോകണം. കിക്ക് ചെയ്യുമ്പോൾ അയാളെ നമ്മൾ റോപ്പിൽ പുറകോട്ട് വലിക്കും. അപ്പോൾ മമ്മൂക്ക എഴുന്നേറ്റ് പോയി മറ്റേ ആളെ കിക്ക് ചെയ്യണം. റോപ്പ് വലിക്കാൻ 3 പേരുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ സിങ്ക് മാറിപ്പോയി. ഒരാൾ ഇടത്തോട്ട് വലിച്ചു. മമ്മൂക്ക എഴുന്നേറ്റ് വരികയാണ്. എഴുന്നേറ്റ് നിന്നാൽ ആണല്ലോ നമുക്ക് ബാലൻസ് കിട്ടുക. മമ്മൂക്ക എഴുന്നേറ്റ് വരുന്ന സമയം തന്നെ ഡയറക്ഷൻ മാറി വന്നയാൾ മമ്മൂക്കയെ ഇടിച്ചു. മമ്മൂക്ക കറങ്ങിപ്പോയി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ടേബിളിൽ പോയി തലയിടിച്ച് മറിഞ്ഞ് അടിയിലേക്ക് വീണുപോയി എന്നും വൈശാഖ് പറഞ്ഞു. ഒരു കൂട്ടം നിലവിളിയാണ് ആദ്യം കേട്ടത്. അവിടെ നിന്നിരുന്നവരെല്ലാം കൂടി നിലവിളിച്ചു. ഞാൻ ഓടിപ്പോയി പിടിച്ചു, എഴുന്നേൽപ്പിച്ചു, കൊണ്ടുവന്ന് കസേരയിൽ ഇരുത്തിയിട്ട് ഞാൻ മമ്മൂക്കയുടെ കൈ പിടിച്ചിട്ട് നിന്നു. എന്റെ കൈ വിറയ്ക്കുന്നത് എനിക്ക് കാണാം. ഫൈറ്റ് മാസ്റ്റർ ഒക്കെ ഇരുന്ന് ചെറിയ കുട്ടിയെ പോലെ കരയുകയാണ്. മമ്മൂക്ക പക്ഷേ വളരെ സാധാരണമായി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ സംഭവിക്കുന്നതല്ലേ എന്ന്. ഫൈറ്റ് മാസ്റ്റർ മൊത്തം ഡെസ്പായിരുന്നു. അയാൾ ആകെ തകർന്നുപോയി. മമ്മൂക്ക തന്നെ പലതവണ അയാളെ സമാധാനിപ്പിച്ചു. 10ഓ 20ഓ സ്ക്രാച്ച് മാത്രമല്ല, ഇതുപോലുള്ള മുറിവുകളൊക്കെ വന്നിട്ടുണ്ടെന്നും വൈശാഖ് പറയുന്നു. 5ാം ദിനമായ തിങ്കളാഴ്ച 2.40 കോടി ചിത്രം നേടിയെന്നാണ് ഏകദേശ കണക്ക്. അന്തിമ കണക്കുകളിൽ മാറ്റം വരാമെന്ന് സാഗ്നിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. ആദ്യ 4 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ചിത്രം 52 കോടിയിൽ അധികം കളക്ട് ചെയ്തുവെന്നായിരുന്നു വിവിധ ട്രാക്ക് മാർക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നത്. തിങ്കളാഴ്ച കളക്ഷൻ വരുന്നതോടെ 20.75 കോടിയാണ് ഇന്ത്യയിൽ നിന്ന് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. ഇത് മികച്ച കളക്ഷനാണ്. ആദ്യ ദിനത്തിൽ 6.25 കോടിയാണ് ടർബോ കളക്ട് ചെയ്തത്. ഈ വർഷത്തെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ആയിരുന്നു ചിത്രം നേടിയത്. 2ാം ദിനത്തിൽ 3.7 കോടിയും 3ാം ദിനത്തിൽ 4.5 കോടിയും 4ാം ദിനത്തിൽ 4.35 കോടിയും ചിത്രം നേടിയിരുന്നു.